നമ്മൾ പാക്കിങ് തുടങ്ങുവാണ്. ഞാൻ ഇപ്പോഴും ലിസ്റ്റ് നോക്കിയിട്ട് ഇതുപോലെ സാധനങ്ങൾ ആദ്യം ടേബിളിലേക്ക് കൊണ്ടുവെക്കാൻ നിറച്ച്, അത് കഴിഞ്ഞിട്ട് അത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ബാച്ച് പിന്നെ വീണ്ടും ഇങ്ങനെ കൊണ്ടുവെക്കും. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനും. വലിയ ടേബിൾ ആയതുകൊണ്ട് നമുക്ക് സൗകര്യത്തോടെ സമാധാനത്തോടെ നിന്ന് പാക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവെക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. രാവിലെ അത്യാവശ്യ ജോലികളെല്ലാം കഴിഞ്ഞു, പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുത്തു. ഇനി നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങുവാണ് കേട്ടോ. പാക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. പിന്നെ എനിക്കിന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക. പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്, പ്രധാനമായിട്ട് നമ്മുടെ ബ്യൂട്ടി ഓയില്. അപ്പൊ ഞാൻ റോസാപ്പൂക്കളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മേടിക്കണം, അതെല്ലാം കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കണം. കുറെ ദിവസമായിട്ട് ഞാനിങ്ങനെ തട്ടി മുന്നോട്ട് വിടുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 6-7 ദിവസം കൂടി നമുക്ക് എന്തായാലും ബ്യൂട്ടി ഓയിൽ ഉണ്ടാക്കണം. ഫുള്ള് തീരുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും റെഡിയാക്കാൻ തുടങ്ങും. അങ്ങനെയാണ് കേട്ടോ. ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു 20 ദിവസം മുമ്പ് എനിക്ക് ജലദോഷവും പനിയും വന്നു കേട്ടോ. ആ പനിയൊക്കെ മാറി, ഒക്കെ മരുന്ന് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പനി മാറി. എന്നിട്ട് എന്ത് ചെയ്താൽ ഈ ചുമ മാറുന്നില്ല. പകൽ വലിയ കുഴപ്പമില്ല, നമ്മൾ സ്റ്റീം എടുക്കും, അങ്ങനെയൊക്കെ ഗാർഗിൾ കൊള്ളും, ഉപ്പുവെള്ളം കൊണ്ട് ഗാർഗിൾ കൊള്ളും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വിറ്റാമിൻ സൊല്യൂഷൻ കിട്ടും നമുക്ക് ഗാർഗിൾ കൊള്ളാന്, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ രാത്രിയായിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ക്ഷയരോഗം പിടിച്ച പോലെ ചുമ, എന്ത് ചെയ്ത് ഉറങ്ങാൻ പറ്റത്തില്ല. ചുമച്ച് നമ്മുടെ തൊണ്ടയൊക്കെ അങ്ങ് പൊട്ടും പോലെ. അപ്പൊ എനിക്ക് ഡൗട്ട് ആയി, വല്ലോ ട്യൂബർകുലോസിസും പിടിച്ചോ, അങ്ങനെ ഒക്കെ ഡൗട്ട് ആയിട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് കുറെ ദിവസം ഞാൻ ഇങ്ങനെ നോക്കും. അപ്പൊ ഭയങ്കര ചുമ വരുമ്പോ ഞാൻ പോയി നമ്മുടെ ഹണി കുറച്ചെടുത്ത് കഴിക്കും. അപ്പൊ കുറച്ച് സബ്സൈഡ് ആവും, പിന്നെ എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങും, ചുമ കുറയും. പക്ഷെ പിറ്റേ ദിവസം പകലൊന്നും കുഴപ്പമില്ല, വൈകുന്നേരം ആകുമ്പോ വീണ്ടും ഒരുമാതിരി വില്ലൻ ചുമ പോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മടുത്തു, എന്ത് ചെയ്താൽ കുറയുന്നില്ല, ഹണിയും കൊണ്ട് ഒതുങ്ങും തോന്നിയില്ല. അപ്പൊ പിന്നെ ഞാൻ നോക്കി. അപ്പൊ പിന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഫാത്തിമ ഹോസ്പിറ്റലാണ് ഞാൻ എപ്പോഴും പോണേ. എനിക്ക് അവിടെ പോയാലേ ഓക്കെ ആവുള്ളൂ എന്റെ സിക്ക്. അങ്ങനെയാണ് ഞാൻ പഠിച്ച ഹോസ്പിറ്റലാട്ടോ. അവിടെ നമ്മുടെ ഡോക്ടർ ജയനെ കാണിക്കുന്നത്, നൺ സിസ്റ്റർ ആണ് പുള്ളിക്കാരി. ഭയങ്കര നല്ല ട്രീറ്റ്മെന്റ് ആട്ടോ. അനാവശ്യമായിട്ട് മെഡിസിനും തരത്തില്ല, തന്നാൽ നല്ലതാണ് തന്നെ, അത് സിക്ക് മാറുകയും ചെയ്യും. അങ്ങനെ അപ്പൊ ഞാൻ പുള്ളിക്കാരിനെ പോയി കണ്ടു. അപ്പൊ ഞാൻ നേരെ ഡോക്ടർ ജയക്ക് ബുക്ക് ചെയ്ത് അങ്ങനെ പോയി. അപ്പം ഡോക്ടർ ജയ പറഞ്ഞു, ഇങ്ങനെ ഈ ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കേട്ടില്ലേ, പിന്നെ ഭയങ്കരമായിട്ട് ഒരു തരം ചുമയുണ്ട്, അത് കുറേ നാളെടുത്തേ പോകത്തുള്ളൂ, ഒരുമാതിരി പിന്നെ കോവിഡിന് ശേഷം വരുന്ന ഒരു തരം ടൈപ്പ് വൈറസ് ബാധ കാരണമുള്ള ചുമയാണ്. അപ്പൊ അങ്ങനെ അത് പേടിക്കണ്ട. അപ്പൊ എക്സ്റേ ഒക്കെ എടുത്തു നോക്കുമ്പോ അതൊക്കെ ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതും ഓക്കെ. അപ്പൊ ബാക്കി പിന്നെ ചുമേന്റെ ഇത് അപ്പൊ പതുക്കെ അത് കുറയുള്ളൂ. അതിന്റെ മെഡിസിൻസ് ഒക്കെ തന്നു. അപ്പൊ ആ മെഡിസിൻ കുറച്ച് സഡേഷൻ ടൈപ്പ് മെഡിസിൻ ആയിരിക്കും നമുക്ക് എപ്പോഴും ചുമക്ക് തരുന്നത്. അതിന്റെ ഒരു കിറുകളുണ്ട് എനിക്ക്. എന്നാലും എത്ര സമാധാനമായി. ശരിക്കും പറഞ്ഞാൽ 20 ദിവസം മുമ്പ് ഒരു പനി വന്നിട്ട് ഞാൻ സിക്ക് ഫീൽ തന്നെയായിരുന്നു. എന്തായാലും ഇപ്പൊ അത് കുറഞ്ഞു തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു സമാധാനമുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടാക്കി ബ്യൂട്ടി ഓയിൽ, അത് തീരാനായി. അപ്പൊ പിന്നെ ഞാൻ ഈ ആഴ്ച കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ തട്ടി വെച്ചേക്ക് വരുന്ന കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നീർത്തി ഫിനിഷായി. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ റെഡിയാക്കി വെക്കും. അപ്പൊ ഞാൻ റോസാപ്പൂക്കളൊക്കെ വിളിച്ചു പറഞ്ഞു, ഇനിയിപ്പോ അതൊക്കെ മേടിക്കാൻ പോകണം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ബ്യൂട്ടി ഓയിൽ അത് കുറേ സമയം നിൽക്കണം, 4-5 മണിക്കൂറിന്റെ പരിപാടിയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ മടുത്ത് അങ്ങനെ മുന്നോട്ടും വെച്ചത്. അപ്പൊ ഇനിയിപ്പോ നിവർത്തിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ നമുക്ക് പാക്കിങ് തുടങ്ങാം. അപ്പൊ നമുക്ക് ഓരോരുത്തർ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നതെന്നൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരാൾ ഇവിടെ കയറി വന്നേ. ആ വിശേഷങ്ങൾ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ പറയാട്ടോ. പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇവിടെ കയറി വന്നേ. കയറി വന്നു വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മുടെ കോമ്പൗണ്ടിലെ ഫുൾ ഗേറ്റുകൾ അടച്ചിട്ടേക്കുമായിരിക്കും കേട്ടോ. പിന്നെ ഡോഗ്സ് എപ്പോഴും 2 ഡോഗ്സും പിന്നെ ഉണ്ടാവും മുറ്റത്തോടെ, നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയാം. പിന്നെ നമ്മുടെ വീട് എന്ന് പറയുന്ന റോഡ് അരിയിലാണ് നിറച്ച്, പിന്നെ CCTV കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. ചുറ്റും വീടുകളും ഒക്കെ ഉണ്ട്. അച്ഛൻ്റെ തറവാട് തൊട്ട് കഴിയുണ്ട്, ബാക്കി നമ്മുടെ അയൽവക്കക്കാരെല്ലാം ചുറ്റുമുണ്ട്. അത്യാവശ്യം നമ്മളൊരു സേഫ് സോണിൽ തന്നെയാണ്. പിന്നെ മെയിൻ റോഡും കാര്യങ്ങളും ഒക്കെയാണ്. ഷോപ്പുകളൊക്കെ എപ്പോഴും ഓപ്പൺ ആണ്. അങ്ങനെ ആ ഒരു രീതിയിലാണ്. പിന്നെ അങ്ങനെ അപ്പൊ ഇവിടെ എന്നാലും ഞാൻ കോമ്പൗണ്ട് എല്ലാം ഫുൾ എന്റെ ഗേറ്റുകൾ അടച്ചിട്ടേക്കുമായിരിക്കും കേട്ടോ. ആ രീതിയിലാണ്. നമുക്ക് അത്രയും പരിചയമുള്ള ഒരാൾ വന്നാൽ മാത്രമേ ഞാൻ ഉള്ളിലേക്ക് ഗേറ്റ് തുറന്ന് കൊടുക്കാറുള്ളൂ. ആ രീതി. പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ സ്ഥിരം പയ്യന്മാർ വരുന്ന അവരാ ഗേറ്റിന്റെ അകത്തോടെ ഇടും. ഞാൻ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പേ ചെയ്തായിരിക്കും. ആ രീതിയാണ്. ചിലപ്പോൾ മാത്രം എനിക്ക് അത്രയും പരിചയമുള്ളവർ മാത്രം ഗേറ്റിന്റെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് ഞാനത് തുറന്നിട്ട്, സ്ഥിരമായിട്ട് വരുന്ന പയ്യന്മാരുണ്ടല്ലോ, അങ്ങനെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയൊക്കെയാണ് ഞാൻ അകത്തേക്ക് കയറ്റാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ ആളുകൂടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നോട് ടേക്ക് കെയർ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഒരു ദിവസം വന്നിട്ട് അപ്പൊ ഗേറ്റിൽ കിടന്ന് ഭയങ്കരമായിട്ട് തട്ടുവാണേ. ഷീറ്റിന്റെ പോലത്തെ ഒരു ഗേറ്റും കൂടി. അപ്പൊ അത് ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കും നമുക്കതിന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഏതാന്ന് ചോദിച്ചു. ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ അവര് പറഞ്ഞു, പിന്നെ സെൻസസ് എടുക്കാൻ വന്ന ഗവൺമെന്റിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ ഡോഗ്സിനെ കൂട്ടി കയറ്റിട്ട് നേരെ പിന്നെ നമ്മൾ ചോദിച്ചു എന്താ ഏതാന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പൊ അയാള് ID കാർഡ് ഉയർത്തി കാണിച്ചത് സെൻസസ് എടുക്കാൻ വന്ന ഗേറ്റ് തുറക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോ അശ്വിൻ അവിടെ ഉണ്ട്. അശ്വിൻ മുകളിലത്തെ കമ്പ്യൂട്ടർ റൂമിലുണ്ട്. അപ്പൊ പിന്നെ ഓക്കെ, ഞാൻ ഗേറ്റ് തുറന്നു കേട്ടോ. ഗേറ്റ് തുറന്നിട്ട് അവരും കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ മെയിൻ ഡോറിന്റെ മുമ്പിലാണല്ലോ നമ്മൾ നിൽക്കണം. അപ്പൊ മെയിൻ ഡോർ
ഡോർ അങ്ങ് കുറ്റിയിടും. ഞാൻ മാത്രമേ ഔട്ട് സൈഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ അങ്ങനെ നിൽക്കൂട്ടോ. അപ്പം പിന്നെ അവർക്ക് പെട്ടെന്ന് നമ്മളെ ഉള്ളിലേക്ക് കയറിയിട്ടൊന്നും ഒരു ആക്രമിക്കാനോ ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ല. ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ നട്ട പകലാണ്, അങ്ങനെയാണ്. അപ്പൊ ഇയാള് അണ്ട് വലിയൊരു ഐഡി, ഒരു നീല ഇതേലും ഇങ്ങനെ ഒരു ഐഡി ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഞങ്ങള് ഗവൺമെന്റിലെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്, ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള സെൻസസ് ആണ്, അപ്പം നിങ്ങളുടെ ഒറിജിനൽ ആധാരവും പാൻ കാർഡും ആധാർ കാർഡും വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തിനെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം അയാൾ പറഞ്ഞു, അതായത് വംശനാശം വന്ന്, കേൾക്കണോട്ടോ അയാളുടെ നോണ, വംശനാശം വന്ന വൃക്ഷങ്ങളെ കുറിച്ചുള്ള സെൻസസ് എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള ഒരു സെൻസസ് ആണ്. അപ്പൊ ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങളുടെ വീടും കൂടി ഉള്ളൂ. അപ്പൊ എനിക്ക് പെട്ടെന്ന് എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതിന്റെ സെൻസസ് ആണെന്ന് ചോദിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള സെൻസസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അങ്ങനെ മരങ്ങളുടെ വംശനാശം വന്ന വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ നിങ്ങൾ വനത്തിൽ പോയിട്ടില്ലേ നോക്കണ്ടേ, അത് വീഡിയോയിലേക്ക് വന്നിട്ടാണ് നോക്കണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിട്ട്. അപ്പൊ അയാൾ പറഞ്ഞു, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ്, പിന്നെ വംശനാശം വന്ന വൃക്ഷങ്ങളും, അപ്പൊ വംശനാശം വന്ന മരങ്ങളും വൃക്ഷങ്ങളും അതുപോലെ കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് പറമ്പിക്കടല്ലേ നോക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇത് വംശനാശം വന്ന സാധനങ്ങളൊക്കെ സാധാരണ വനത്തിലല്ലേ, നമ്മളെന്താ വീടുകളിലേക്കിടെ കാപ്പിയും കുരുമുളകും തെങ്ങും കവുങ്ങും അല്ലാതെ എന്ത് സാധനം നമ്മൾ നട്ടു പണ്ടേ ഉള്ള എന്തായാലും അത് അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ. അപ്പൊ പറഞ്ഞു, അതിനോട് ചൂടാവാൻ തുടങ്ങി കേട്ടോ. അത് നിങ്ങൾക്ക് മാത്രം തന്നാല് ബാക്കി എല്ലായിടത്തും ഈ ഭാഗത്തെ എല്ലാം ഞാൻ കഴിഞ്ഞു, നിങ്ങൾക്ക് മാത്രം അങ്ങ് തന്നാ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ ഭയങ്കര ചൂടാവാൻ തുടങ്ങുന്നത്. അപ്പൊ അവര് സാറ് ചൂടാവുമെന്ന് വേണ്ട, എനിക്ക് തരാൻ പറ്റില്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ കളക്ടർ ഓഫീസിൽ വിളിച്ചു ചോദിക്കട്ടെ ഇങ്ങനെ ഒരു സെൻസസ് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. വേറെ ആരും ഇതൊന്നും പറഞ്ഞു കേട്ടില്ല. ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊന്നും ഇങ്ങനെ ന്യൂസ് കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സെൻസസിന്റെ കാര്യമൊന്നും. അതുകൊണ്ട് പിന്നെ കളക്ടർ ഓഫീസിൽ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കളക്ടർ ഓഫീസിൽ വിളിച്ചു ചോദിച്ചോ, എന്നിട്ട് പിന്നെ എനിക്ക് എന്തായാലും ഇപ്പൊ സെൻസസ് വേണം, നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ആധാരത്തിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ആധാരം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചാൽ ആധാരത്തിൽ എന്തെടുക്കാനാണ് നിങ്ങൾക്ക്, ആധാരവും ഈ പറമ്പിലെ സാധനങ്ങളുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിന് ആധാരത്തിലുള്ള ഏതോ ഒരു നമ്പർ വേണം അയാൾക്ക്, അങ്ങനെ. അപ്പൊ ആ നമ്പറും പാൻ കാർഡിന്റെ കോപ്പിയും ആധാർ കാർഡിന്റെ കോപ്പിയും, അപ്പൊ നോക്കണേ അതിന്റെ ചീറ്റിക്ക് എവിടം വരെ എത്തി എന്നുള്ളത്. എന്തെങ്കിലും ഫ്രോഡ് പരിപാടിക്കായിരിക്കും, വല്ല ലോൺ എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അങ്ങനെയൊക്കെ. എന്നിട്ട് പക്ഷെ ഇയാൾ ഭയങ്കര ഐഡി കാർഡും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാവവാഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നൊക്കെ ആക്കി ഒരു അത്ര ഒരു ഫ്രോഡ് ലുക്ക് അയാളെ കണ്ടാൽ തോന്നത്തില്ല, ഒരു ഉദ്യോഗസ്ഥന്റെ ലുക്കൊക്കെ തന്നെ ഉണ്ട് താനും, അങ്ങനെ. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഐ ഡി കാർഡ് കാണിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഒന്നല്ല പറയുന്നത്, ഇത് ഗവൺമെന്റിന്റെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഐ ഡി കാർഡ് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ ഐ ഡി കാർഡൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് കാര്യങ്ങളൊന്നും കണ്ട, ഞാൻ ഇങ്ങനെ ന്യൂസ് കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്റെ പാൻ കാർഡോ ആധാർ കാർഡോ ഒന്നും തരാൻ പറ്റത്തില്ല, ആധാരോ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് കളക്ടറുടെ ഓഫീസിൽ ഞാൻ വിളിച്ചു ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ തരാം. നിങ്ങളിപ്പം അപ്പൊ അയാൾ ഭയങ്കരമായിട്ട് ചൂടാവും കേട്ടോ. എനിക്ക് ഇന്നത്തെ കൊണ്ട് ഈ സെൻസസിന്റെ ഈ കണക്കൊക്കെ തീർത്ത് കംപ്ലീറ്റ് ആക്കി ഈ കളക്ടർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ കളക്ടർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്, അപ്പൊ എനിക്ക് അവിടെ വിളിച്ചു വെച്ചാൽ അറിയാലോ നിങ്ങൾ ഇങ്ങനെ സെൻസസ് എടുക്കുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന്. ഇനിയിപ്പോ അങ്ങനെ അത്ര എമർജൻസി ആണെങ്കിൽ നാളെ ഞാൻ 10 മണിക്ക് മുമ്പ് എനിക്ക് ഇവിടെ കളക്ടർ ഓഫീസ് കൽപ്പറ്റ വരെ പോയാൽ മതി, ഇവിടെ തൊട്ടെടുക്കാം, ഞാൻ കൊണ്ടുപോയി ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞേ. അപ്പൊ അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടോ, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഭയങ്കര ഇതാണ്, അതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ ഇതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ എന്റെ ഫോൺ നമ്പർ എഴുതി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഇത് പ്രശ്നമാക്കും, ഞാൻ ഇത് കംപ്ലൈന്റ് കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് എന്റെ അഡ്രസ് വേണമെങ്കിൽ ഞാൻ തരാം, ഓക്കെ നിങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, നിങ്ങൾ ഇവിടെ കംപ്ലൈന്റ് കൊടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ കളക്ടർ ഓഫീസിലോ എവിടെ വേണ്ടി നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. ഇനിയിപ്പോ ഇത് ഇത്രയ്ക്ക് വലിയ എമർജൻസി കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഫൈൻ അല്ലേ, ഇന്നൊരു ദിവസം കൂടി സബ്മിറ്റ് ചെയ്തിന് നാളെ രാവിലത്തെ ഫൈൻ അല്ലേ, അത് ഞാൻ അടച്ചോളാം, അത് ഞാൻ ഡയറക്റ്റ് കളക്ടർ ഓഫീസിൽ കൊണ്ടുപോയി ഞാൻ എന്റെ ഡേറ്റകളൊക്കെ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, എന്ത് ചെയ്താൽ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ അയാൾ പറഞ്ഞു, ഓക്കെ നിങ്ങളുടെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫോൺ നമ്പർ, എന്റെ ഒഫീഷ്യൽ നമ്പർ കൊടുത്തു, വാട്സപ്പ് ഉള്ളതല്ല, ഒഫീഷ്യൽ നമ്പർ കൊടുത്തു. അപ്പൊ അത് കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, അപ്പൊ അയാൾ മേടിച്ചിട്ട് പോയി കേട്ടോ. അവിടെ ഓരോ അയാൾ പിന്നെയും ഇവിടെ ചൂടാവും പോലെ കേട്ടോ, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണ്, ഇത് ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ്, കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ളതാണ്, ഈ ചുറ്റുപാട് എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ ഒരു വീടും കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞു, എന്തായിക്കോട്ടെ ബ്രദർ. അപ്പൊ എനിക്ക് സാറ് വിളിയൊക്കെ നിർത്തിയേനെ. അപ്പൊ അയാൾ ചൂടായി ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായിക്കോട്ടെ ബ്രദർ, ഇത് നിങ്ങൾ ഓക്സിജൻ സിലിണ്ടർ ഒന്നും അല്ലല്ലോ എന്റെ അടുത്ത് എടുക്കാൻ വന്നത്,
വായി വലിച്ചു കൊടുക്കുന്നല്ലോ ആരും. ഇതിപ്പോ ഫൈൻ അടയ്ക്കണമെങ്കിൽ ഫൈൻ അടയ്ക്കും, എന്തോരം കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഫൈൻ അടയ്ക്കുന്നുണ്ട്. ഇപ്പൊ നികുതിന്റെ നികുതിയും ഇപ്പൊ വീടിന്റെ നികുതിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു മാസം വൈകി അപ്പൊ നമ്മൾ ഫൈൻ അടച്ചിട്ട് അടയ്ക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എനിക്കതൊക്കെ ശീലമുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ ഫൈൻ അടയ്ക്കുന്ന ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കും, എന്താന്ന് വെച്ചാൽ ചെയ്തു. എന്നോട് വിളിച്ചേക്കുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞോളാം, ഫൈൻ അടയ്ക്കണമെങ്കിൽ ഫൈൻ അടച്ചോളാം. ഇതങ്ങനെ കഴിച്ചു പോകുന്ന കേസ് കേട്ടൊന്നും അല്ലല്ലോ, ഡാറ്റ സബ്മിറ്റ് ചെയ്യാന്നുള്ളതല്ല. നിങ്ങളെ പറഞ്ഞത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സെൻസസും കാര്യങ്ങളും ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഡയറക്റ്റ് കളക്ടർ ഓഫീസിൽ വിളിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്റെ ഫോൺ നമ്പറുമായിട്ട് പോയി. എന്നിട്ട് ഫോൺ നമ്പറുമായിട്ട് പോയിട്ട് രാത്രി ആയപ്പോൾ ഇയാൾ നടന്ന് വിളിക്കുക. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഡാറ്റയൊക്കെ എനിക്ക് സബ്മിറ്റ് ചെയ്തതാ, എനിക്ക് ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ അയച്ചു തരാമെന്ന്. ഞാൻ പറഞ്ഞ ബ്രദർ, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഞാനിട്ട് തരാനും പോകുന്നില്ല, ഞാനിട്ട് വിളിച്ചു ചോദിച്ചില്ല, എനിക്ക് ഇന്ന് സമയം കിട്ടിയില്ല വിളിച്ചു ചോദിക്കാൻ. അത് ഞാൻ സൗകര്യം പോലെ ഞാൻ എന്തെങ്കിലും ഫൈൻ അടയ്ക്കണമെങ്കിൽ ഫൈൻ അടയ്ക്കും, ചിലപ്പോൾ നാളെ എപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിപ്പാന്ന്. ഞാൻ ഓൾറെഡി അയൽവക്കത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവമേ ഇങ്ങനെ ഇവരാരും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, അതിലൊന്നുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനൊന്നും കേട്ടിട്ടില്ലല്ലോ, ഒരു കാര്യങ്ങളും ഇല്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു കുന്തവും തരാൻ പോകുന്നില്ല, ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കുന്നത് ഫൈൻ അടയ്ക്കും. ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ആയിട്ടൊരു പിന്നെ ഇത് വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഫൈൻ അടച്ചിട്ട് അതെന്താന്ന് വെച്ചാൽ ചെയ്തോളും, ഇല്ലെങ്കിൽ എന്റെ സൗകര്യം പോലെ ഞാൻ കളക്ടർ ഓഫീസിൽ വിളിച്ചു ചോദിക്കും. ഞാൻ വിളിച്ചു ചോദിക്കാൻ പോയില്ല. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്കിനിപ്പോ കളക്ടർ ഓഫീസിൽ വിളിച്ചു ഇപ്പൊ അങ്ങോട്ട് ഫോൺ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് എനിക്ക് നമ്മൾ ഡയറക്റ്റ് പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് അവരെ കണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമന്റ് സെക്ഷനിൽ എഴുതിയിടണം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടണേ, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കിനിപ്പോ കളക്ടർ ഓഫീസിൽ ഫൈൻ അടച്ചിട്ടാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഒരു പറ്റിക്കൽ കേസ് കയറി വന്നു കേട്ടോ. ഒരു മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ ഉടായിപ്പും പറഞ്ഞിട്ടാ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും അതുപോലെ ആധാരത്തിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ പിന്നെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരുന്നേ നോക്കി. ഫോണിൽ തട്ടിപ്പ് കൂടാതെ ഇപ്പം ഡയറക്റ്റ് ഓരോരോ ലേബലും എടുത്തിട്ട്, അതായത് പിന്നെ ID കാർഡൊക്കെ എടുത്തിട്ട് ആണ് ഇപ്പൊ പറ്റിയതൊക്കെ. അപ്പം ആർക്കെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാം. 100% ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഫ്രോഡാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ പാക്കിംഗ് എന്തായാലും തുടങ്ങാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗീ അത്രയും നല്ല സാധനമാണ്. പിന്നെ വയനാട് കറിമഞ്ഞളാണ് കേട്ടോ, ഒറിജിനൽ കറിമഞ്ഞളാണ്. പിന്നെ അവര് നമ്മളോട് 2 നമ്മുടെ പപ്പായ സോപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ കരിപ്പെട്ടി ചുക്ക് കാപ്പിയാണ് ആവശ്യപ്പെട്ടുള്ളത്. ഈ ചുക്ക് കാപ്പിയിലാണ് ഞാൻ പിടിച്ചു തന്നത് കേട്ടോ പകലൊക്കെ. ഇത് പനി ചുമയും ഒക്കെ വരുമ്പോൾ മാത്രമല്ല കഴിക്കാൻ പറ്റുക, നമുക്ക് കോഫി പൗഡർ വളരെ കുറച്ച് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ ഉണ്ട്, ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഷുഗർ എന്തായാലും ഷുഗർ ആണല്ലോ, പനിയുടെ ശർക്കരയാണ്, എന്നാലും അത് ഷുഗർ തന്നെയാണല്ലോ. അപ്പൊ ആ രീതിക്ക് അപ്പൊ അങ്ങനെ അത് അടിപൊളിയാണ്. വേറെ ഒന്നും ചേർക്കണ്ട. ഇതിലൊരു ക്യൂബ്സ് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് എടുത്തിടുക, തിളപ്പിക്കാൻ വെക്കുക. തിളപ്പിച്ച് കഴിയുമ്പോൾ അതിന് കുറച്ചിങ്ങനെ പൊടിയൊക്കെ കാണാതെ ചുക്കിന്റെ പൊടിയും കുരുമുളകിന്റെ പൊടിയും കരിഞ്ജീരകത്തിന്റെ പൊടിയും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ പ്രഗ്നന്റ് ലേഡീസും കഴിക്കേണ്ട. ഇതിൽ കരിഞ്ജീരകം ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, കൺട്രാക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ബാക്കി എല്ലാവർക്കും കഴിക്കാം, ആ രീതിയാണ്. അപ്പം അത് നമ്മൾ ഊറ്റിയെടുത്തിട്ട് കഴിക്കുക, ചെറു ചൂടോടെയും കഴിക്കുക, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവര് പ്ലെയിൻ ലിപ്പാമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടിപൊളിയാണ്. ഇത്രയും പനി ജലദോഷം ഒക്കെ പിടിച്ചപ്പോൾ എന്റെ ചുണ്ട് പൊട്ടാതിരുന്നത് നമ്മുടെ ഈ ഒരു ലിപ്പാം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അടിപൊളിയാണ്. വിവാക്സിന്റെ ആണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാരെ. നമ്മുടെ ഫ്രോക്ക് നൈറ്റീസ് ഫുൾ കോട്ടൺ ആണ്, ചൂടെടുക്കാതെ ഇട്ടുകൊണ്ട് നടക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ഡേ ടൈം ഇവിടെ ഇടുന്ന സാധനം ഇതാണ്. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു എന്താ ലുക്കുമാണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുട്ടിത്തം വരികയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ എല്ലാവരും മേടിക്കുന്ന സാധനമാണ് നമ്മുടെ ഏപ്രൺ കേട്ടോ. ഏപ്രൺ പല കളറുണ്ട്, മഞ്ഞ കളറും ഇതും ഒക്കെ ഉണ്ട്. നല്ല കട്ടിയുള്ള ജീൻസിന്റെ പോലത്തെ ക്ലോത്ത് ആണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇതുപോലെ പിന്നെ പോക്കറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഫോണും കാര്യങ്ങളും ഒക്കെ ഇടുകയും ചെയ്യാം. ഒട്ടും നനയുമില്ല. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുക്കിങ്ങിന്. അടിപൊളിയാണ്, മേടിച്ച എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതേപോലത്തെ ക്ലോത്ത് ഞാൻ നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയതാണ്. അടിപൊളിയാണ്. അപ്പൊ ഇത്രയും സാധനമാണ് നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ വേഗം പാക്കി ഇട്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാക്സിന്റെ ബോഡി മോയ്സ്ചറും അതുപോലെ പിങ്ക് ലിപ്പാം ആണ് കേട്ടോ. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ലിപ്പാം ഉണ്ട്, പിന്നെ നൂഡ് ഷെയ്ഡും ഉണ്ട് കേട്ടോ. നമുക്ക് അത്രയും ലിപ്പാമുള്ളത് അടിപൊളിയാണ് കൂട്ടുകാരെ. നൂഡോ പ്ലെയിനോ നിങ്ങൾക്ക് ചുണ്ടിന്റെ കെയറിന് പ്ലെയിൻ മേടിച്ചാൽ മതി, അതാണ് ചുണ്ടിന്റെ കെയറിന് നല്ലത്. രാത്രിയൊക്കെ അങ്ങ് തേച്ചിട്ട് കിടക്കാം, പകലും ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് തേക്കാം. അങ്ങനെയാണ്. അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. വിവാക്സ് കോക്കനട്ട് ഓയിലും എസൻഷ്യൽ ഓയിലും മാത്രം ആയതുകൊണ്ട് നമ്മുടെ ചുണ്ടിന് നല്ലൊരു മോയ്സ്ചറൈസേഷൻ നിലനിർത്താനും
പിന്നെ ഹൈഡ്രേഷൻ നിലനിർത്താനും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ പിന്നെ ചുണ്ട് പൊട്ടുന്നൊക്കെ തടയാനും വിവാക്സ് ആയതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് കൂടി, അപ്പൊ ഈ പിഗ്മെന്റേഷൻ ഒക്കെ മാറി അടിപൊളിയായിട്ട് നമ്മുടെ മുഖം ഇരുന്നോളൂ. അതാണ് അതിന്റെ ഒരു ഗുണം. ഇത് നമ്മുടെ ബ്യൂട്ടി ഓയിലും അതുപോലെ തന്നെ ഫേസ് വാഷ് പൗഡറും ആണ്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഫേസ് വാഷ് പൗഡർ നമ്മുടെ നിയറ്റ് ഫിനിഷ. ഇത് മുഴുവൻ ആയുർവേദ മരുന്നുകളാണ് കേട്ടോ, ഒന്നുമില്ല, കെമിക്കൽ ഫ്രീ ആണ് നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് കേട്ടോ. അങ്ങനെ അതിലാകെ സോപ്പ് മാത്രമേ കെമിക്കൽ ബേസ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് ബാക്കി എല്ലാ സാധനം അങ്ങനെയാണ്. അപ്പൊ ബ്യൂട്ടി ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷ് പൗഡറും ആണ് അത് ഒരാൾ മേടിച്ചേക്കുന്നത്. അടിപൊളിയാണ്, യൂസ് ചെയ്തോളൂ. എല്ലാവരും യൂസ് ചെയ്തിട്ട് എന്തോരെ ഗുഡ് കമന്റുകളാ നമുക്ക് വാട്സപ്പിൽ വരുന്നതെന്ന് അറിയോ. അപ്പൊ എന്റെ റിക്വസ്റ്റ് ആണ് അത് നമ്മുടെ യൂട്യൂബിലെ കമന്റ് സെക്ഷനിലേക്ക് എഴുതി ഇടണം കേട്ടോ. അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രക്തശാലി ഫേസ് പാക്ക്, അതുപോലെ ഹണിയാണ്. ഹണി 1 കിലോയാണ്. ഇത് കാട്ടുതേനാണ്, അടിപൊളിയാണ് കേട്ടോ. എന്നാലും ഓവറൊന്നും കഴിക്കരുതേ അങ്ങനെ. പിന്നെ ഇത് ഫേസ് വാഷ് പൗഡർ, പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ, അങ്ങനെയാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കറിമഞ്ഞൾ അതുപോലെ ലിപ്പാമാണ് കേട്ടോ. കളർ ലിപ്പാമാണ് അത്. അപ്പൊ നമുക്ക് കറിമഞ്ഞളും ഇതും കൂടി ഒന്ന് പാക്ക് ചെയ്യാം. വയനാട് കരിമഞ്ഞളാണ്. നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്നൊക്കെ ഇങ്ങനെ ഒറിജിനൽ ആണോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒത്തിരി വീഡിയോസ് ഒക്കെ അതിനെ കുറിച്ച് വരുന്നുണ്ട്. വെറും കെമിക്കൽ ചേർത്തിട്ട് 2 തരം കെമിക്കൽ ചേർത്തിട്ട് വിഷമാണത്. ശരിക്കും ക്യാൻസർ ഒക്കെ വരുന്ന വിധത്തിലുള്ള മാരകമായ സാധനങ്ങളാണ് അത് ചേർത്തിട്ട്. ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് ഈ ചണ്ടി. വെറും പിന്നെ മഞ്ഞളിന്റെ കുറുക്കുമിന് എടുത്തിട്ടുള്ള ചണ്ടിയിലേക്ക് അങ്ങനെ കെമിക്കൽ ചേർത്തിട്ടാണ് ആ ഒരു നിറവും മണവും ഒക്കെ കിട്ടും. അപ്പം അങ്ങനെയാണ് പുറമെ വിപണികൾ മുഴുവൻ വിൽക്കപ്പെടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒന്നെങ്കിൽ ഉണങ്ങിയ കറിമഞ്ഞൾ മേടിച്ചിട്ട് നിങ്ങൾ പൊടിപ്പിച്ചെടുക്കുക. വീട്ടിൽ പൊടിക്കൽ ബുദ്ധിമുട്ടായിരിക്കും, മെഷീൻ തന്നെ വേണം അതിന്. അങ്ങനെ പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നിടത്തുനിന്ന് നമ്മൾ 1 കിലോ കറിമഞ്ഞൾ മേടിക്കുക. 1 കിലോ മേടിച്ച് എത്ര നാളത്തേനുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ഒറിജിനൽ സാധനം ഉപയോഗിച്ച് അതിൽ കുറുക്കുമിനും കിട്ടും, രോഗപ്രതിരോധ ശേഷി. അതുപോലെ മഞ്ഞളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു അസുഖം വന്നാലും നമ്മൾ അടിഞ്ഞു പോകത്തില്ല, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. എന്തായാലും പെട്ടെന്ന് നമ്മൾ ഇൻഫെക്ഷൻ ഒക്കെ കയറി പിടിച്ച് അങ്ങനെ തകർന്ന് തരിപ്പണായി പോകത്തില്ല. പിന്നെ മഞ്ഞൾ അത്രയും നല്ല വിഷാംശങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് മഞ്ഞളിന്. നമുക്ക് കുറച്ച് ഹിബത്വം കൊണ്ടുവരും, ആന്റി ഓക്സിഡന്റ് ആണ്, നിറം വെക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഒറിജിനൽ മഞ്ഞൾ ഉപയോഗിച്ചാലുള്ള ഗുണം. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളും വിവാക്സ് കേട്ടോ, ബോഡി മോയ്സ്ചർ, അത് പാക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ കാർട്ടൂൺ കുറെ മാറ്റിയെന്ന് വെച്ചാല് പോസ്റ്റ് ഓഫീസുകാരാണെങ്കിലും DTDCക്കാരും ഒക്കെ ആണെങ്കിലും മെട്രിക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നീളവും വണ്ണവും പൊക്കവും ഒക്കെ അളന്നിട്ട് ഭയങ്കരമായിട്ട് പൈസ കൂടുതൽ മേടിക്കുക. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. കസ്റ്റമേഴ്സിന് നമ്മളെ പോലെ ഇതുപോലെ അയക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കാർട്ടൂൺ കുറച്ചിട്ട് ഇങ്ങനത്തേല് ആക്കി. ഇങ്ങനത്തെ ആകുമ്പോ അവർക്ക് അങ്ങനത്തെ അളവ് അവരെടുക്കത്തില്ല. അപ്പൊ നമ്മൾ ഒരു പരിധിയില്ലേ നമ്മൾ എല്ലാവരുടെ അടുത്തൊന്നും കൊറിയർ ചാർജ് എന്ന് പറഞ്ഞ് മേടിക്കണം. നമ്മളാണെങ്കിൽ ഓൾറെഡി കൊറിയർ ചാർജ് വളരെ കുറച്ച് മാത്രം മേടിക്കുന്ന. സാധാരണ എന്ത് പ്രൊഡക്റ്റിനും 180 രൂപ മേടിക്കുന്നവരാണ് സാധാരണ. ഞാൻ ഒത്തിരി ചെടികളൊക്കെ ആദ്യം മേടിക്കുമായിരുന്നു, പ്രൊഡക്റ്റുകളൊക്കെ. അന്നേരത്തേന് അങ്ങനെയായിരുന്നു. നമ്മളങ്ങനെയല്ല, നമ്മൾ 60 രൂപ, നോർമലി 60 രൂപയൊക്കെ മേടിക്കുന്നത്, പാക്കിങ്ങും കൊറിയർ ചാർജും കൂടി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര മെട്രിക് കാൽക്കുലേഷൻ വരുമ്പോൾ നല്ല റേറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ അധികം കവറിൽ അയക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ കസ്റ്റമർ മേടിച്ചേക്കുന്ന രക്തശാലി ഫേസ് പാക്ക്, ഇത് പിന്നെ നമ്മുടെ വണ്ണം കുറയാൻ വേണ്ടിയിട്ട്. വണ്ണം കുറയാൻ മീൻസ് വയർ ഇങ്ങനെ മടങ്ങി കിടപ്പുണ്ടാവില്ല കുറെ പേർക്ക്, ലെയറൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ രീതിക്കുള്ള പാൻറ്റീസ് ആണിത്. അലാസ്റ്റിക് കോട്ടൺ ആ ഫുള്ള് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ അവർ മേടിച്ചേക്കണേ നമ്മുടെ കസ്തൂരി മഞ്ഞള്, ഫേസ് വാഷ് പൗഡർ, വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ, പിന്നെ ലിപ് ബാം, പിന്നെ ബ്യൂട്ടി ഓയിൽ. ഇത്ര സാധനമാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അടിപൊളിയാണ് കൂട്ടുകാരെ. വയറ് കുറേ നമ്മൾ പുറമേ ഒക്കെ പോകുമ്പോൾ ഇപ്പൊ സാരി ഉടുക്കുമോ അല്ലെങ്കിൽ ഇച്ചിരി ടൈറ്റുള്ള ഡ്രസ്സ് ഇടുവാണെങ്കിൽ, ഇപ്പൊ ഇതുപോലെ ലൂസുള്ള ഡ്രസ്സ് ഇട്ടാൽ നമ്മുടെ വയറ് വലിയ പ്രശ്നമില്ലാവുന്നുള്ളൂ. പക്ഷെ ഇച്ചിരി ടൈറ്റുള്ള ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലെയറായിട്ട് ഇങ്ങനെ കിടക്കും ചിലപ്പോൾ അല്ലേ. ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ച് മെറ്റീരിയൽ ടോപ്പോ അല്ലെങ്കിൽ ടോപ്പും ജീൻസും ഒക്കെ ഇടുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള പാൻറ്റീസ് അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നല്ലൊരു പ്രസ് വരുന്നതുകൊണ്ട് ആ ലെയർ എല്ലാം ഒതുങ്ങി വൃത്തിയായിട്ട് നല്ല പരന്ന് നല്ല വൃത്തിയായിട്ട് ഒതുങ്ങിയ വയറാണ് തോന്നും. അതാണ് അതിന്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് എല്ലാവരും അത് എന്റെ അടുത്ത് നിന്ന് മേടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതങ്ങ് പാക്ക് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഓപ്പൺ വീഡിയോ എടുക്കണേ. എന്നിട്ട് എനിക്ക് അയച്ചു തരണ്ട. എന്തെങ്കിലും കുറവുണ്ട്, പ്രശ്നമുണ്ട്, പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അയച്ചാൽ മതി. കുറെ പേര് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓപ്പൺ വീഡിയോ എടുത്ത് എനിക്ക് അയക്കും. അങ്ങനെ അയക്കണ്ട.
എടുത്ത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വെക്കുന്നയാ, ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്. അങ്ങനെ എന്തെങ്കിലും പൊട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ലിസ്റ്റ് തന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്ക് അയക്കാം, അപ്പൊ എനിക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഇത് നമ്മുടെ രക്തശാലി ഫേസ് പാക്കും, ഇത് നമ്മുടെ ഗരം മസാലയാണ്. എല്ലാത്തിനും ചേർക്കാം, മീൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ചേർക്കാം. എല്ലാ പ്രോഡക്റ്റുകളും ചേർത്തിട്ടാണ് ഒരു ബെസ്റ്റ് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അതാണ് നമ്മുടെ ഗരം മസാല. ഒരു രക്ഷയില്ല അതിന്റെ ടേസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് എല്ലാത്തിനും, മുട്ടക്കറിക്കും ഇറച്ചിക്കും മീനിനും എല്ലാത്തരം ഇറച്ചികൾക്കും ചേർക്കാവുന്നതാണ്. ആ രീതിക്കാണ്. അപ്പൊ അത് മേടിച്ചോളൂ കേട്ടോ, എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇവര് നമ്മളോട് മേടിച്ചാണ് ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കബോർഡുകളിലൊക്കെ നമുക്ക് മുറിച്ചിട്ടിടാൻ പറ്റുന്ന മൈക്രോ ഫൈബറിന്റെ ഫിലിമാണിത്. ഞാൻ എന്റെ ഫ്രിഡ്ജിൽ ഫുൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊരു ഉപകാരമാണെന്നറിയോ, ഫ്രിഡ്ജിന്റെ വലിപ്പത്തിന് ആവശ്യത്തിനുള്ളത് വെച്ച്. അപ്പൊ അതിന്റെ പൊടി നമ്മൾ കറിയും ചോറും പാത്രങ്ങളും വെജിറ്റബിളും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പൊടികളും കറകളും അതൊക്കെ ഇതിനെടുത്തിട്ടൊന്ന് കഴുകി അപ്പൊ തന്നെ കുടഞ്ഞാൽ അത് കഴിഞ്ഞു, അത് വീണ്ടും നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഫ്രിഡ്ജിന്റെ ക്ലീനിങ് എന്ത് ഉപകാരമാണെന്നറിയോ. അതുപോലെ നമുക്ക് അടുക്കളയിൽ ചില്ലാണ്, ഇങ്ങനെ ഈ എന്താ കബോർഡിന് പകരം കുറെ ഏരിയ ഓപ്പൺ ആയിട്ട് കൊടുത്തേക്കാൻ. അപ്പൊ അതിന്റെ മുകളിൽ ഞാനിത് നീളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തുപകാരം ഇടയ്ക്ക് ക്ലീൻ ചെയ്തിട്ട് വെച്ചാൽ വൃത്തിയായിട്ടിരുന്നുള്ളൂ. അപ്പൊ ഈ മൈക്രോ ഫൈബറിന്റെ ഫിലിം എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് പിന്നെ ഇത് പെപ്പർ ക്രഷറാണ്. എല്ലാ സാധനം പെപ്പർ മാത്രമല്ല, എന്ത് വേണേ നമുക്കിപ്പം ജീരകം എന്ത് വേണേ നമുക്കിതിൽ ക്രഷ് ചെയ്തെടുക്കാം. ആ രീതിക്കുള്ള അടിപൊളി സാധനമാണ്. ചില്ലിന്റെ ആണ്. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ഇതിനകത്ത് പാക്ക് ചെയ്യാം, മറ്റത് അല്ലാതെയും പാക്ക് ചെയ്യാം. അപ്പൊ ഞാൻ 2 അഡ്രസ് എടുത്തു അവർക്ക്. അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസുകാർ പറയണ അവർക്ക് ഒരേ വലിപ്പമുള്ള നീളവും പൊക്കമൊക്കെ ആക്കി കൊടുക്കണം, എന്നാലേ അവർക്ക് അതിന്റെ നീളവും പൊക്കവും വണ്ണമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ 2 ലെന്തൊക്കെ ആണെങ്കിൽ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയുള്ള കേസ് കെട്ടുകൾ ഞാൻ 2 എണ്ണത്തിലേക്ക് അങ്ങ് പാക്ക് ചെയ്യും. 2 അഡ്രസ് ആക്കും. ഒരെണ്ണം ഞാൻ എഴുതിയെടുക്കും, ഒരെണ്ണം പിന്നെ അശ്വം കൊച്ച് എനിക്ക് സ്ലിപ്പ് എടുത്ത് തരുന്നുണ്ട്. ഒരെണ്ണം ഞാനങ്ങ് എഴുതിയെടുക്കും, എന്നിട്ട് 2 ആക്കാം. 2 കൊറിയർ ചാർജ് കൊടുക്കും, എന്നാലും സേഫ് ആയിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇനി ഇവർക്ക് ഇതും കൂടി നമുക്ക് പാക്ക് ചെയ്യണം. അത് നമുക്ക് എന്തെങ്കിലും പാക്കിങ്ങിന് ഒരു സാധനം എടുത്തിട്ട് വരട്ടെ. മൈക്രോ ഫൈബറിന്റെ ഫിലിം വേണ്ടവര് മേടിച്ചോളൂ കേട്ടോ, അടിപൊളി സാധനമാണ് ഇത്. നമ്മൾ ചെടി പാക്ക് ചെയ്യാനും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി വലിയ റോളുകൾ മേടിക്കുക. 2000 രൂപ 3000 രൂപ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു വലിയ റോളിന്. അങ്ങനത്തെ 3-4 റോള് നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തേക്കുവേ. അപ്പൊ നമുക്കത് ഉപകാരമാണ്. അടുത്ത കസ്റ്റമർ റിലാക്സിന്റെ ബോഡി മോയ്സ്ചർ കേട്ടോ. ഇനി അടുത്ത നമ്മുടെ കസ്റ്റമർ 2 നമ്മുടെ ആശാളിയരിയും കരിഞ്ജീരകവും കൂടി ഒത്തിരി നല്ലതാണ് ഹെൽത്തിന്. ചെറിയ വറുത്ത് വെക്കണം. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ എല്ലാ ദിവസവും ഇട്ട് എല്ലാ ദിവസവും ഞാൻ കുടിക്കുന്നുണ്ട്. കരിഞ്ജീരകം ആശാളിയരി അത്രയും നല്ലതാണ്. ഹോർമോണൊക്കെ ബാലൻസ് ആവാന്, ഒത്തിരി നല്ല പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ കിട്ടാന്, നമ്മുടെ വിറ്റാമിൻസും ഒക്കെ കിട്ടാന് ഒക്കെ ഒത്തിരി ഉപകാരമാണ്. അനാവശ്യ ഫാറ്റുകൾ കുറയാനൊക്കെ ഉപകാരമാണ്. പിന്നെ നമ്മുടെ ബ്യൂട്ടി ഓയിലും വെറ്റിവർ റൂട്ട് പൗഡറും പിന്നെ പ്ലെയിൻ ലിപ് ബാമും മേടിച്ചിട്ടുണ്ട്. പ്ലെയിൻ ലിപ് ബാം എപ്പോഴും ഇങ്ങനത്തെ മഞ്ഞ കളറിലാണ് അതിന്റെ ലേബല്. നോക്കിക്കോ, മറ്റു 2 കളർ ലേബലാണ്. അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ വിവാക്സിന്റെ പൊടി മോയ്സ്ചറും ബ്യൂട്ടി ഓയിലാണ് മേടിച്ചേക്കുന്നത്. അപ്പൊ അതും നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അത്ര നല്ല കൂട്ടുകാരെ ബ്യൂട്ടി ഓയിൽ എല്ലാ ദിവസവും നമുക്ക് മുഖത്ത് തേക്കാം. കുളിക്കുന്നതിനൊക്കെ മുമ്പ് ഒന്ന് മുഖത്ത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങനെ വിടുക. കുറച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ തന്നെ തേക്കാം. എന്നിട്ട് കുറെ സമയം മുഖത്തൊക്കെ വെച്ചിട്ട് ഒന്ന് കുളിച്ചാൽ മതി. പക്ഷേ രക്തശാലി ഫേസ് പാക്ക് ഫസ്റ്റ് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒത്തിരി നേരം വെക്കരുത്. ഡീഹൈഡ്രേഷൻ ആയിട്ട് സ്കിന്നൊക്കെ നാശമായി പോകും, ഡ്രൈ ആയി പോകും. കസ്തൂരി മഞ്ഞളും രക്തശാലി ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം. ഉണങ്ങി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ നനച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ കഴുകി കളയണം പച്ചവെള്ളത്തിൽ കേട്ടോ. അങ്ങനെ. പക്ഷെ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും എത്ര സമയം തേച്ച് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ പില്ലോ ഓയിൽ ഇങ്ങനെ നല്ല കട്ടിയുടെ ടർക്കി ഇടും. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് ബ്യൂട്ടി ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യും നന്നായിട്ട്. ഈ ചെവിന്റെ 2 വശം ഇങ്ങനെ മസാജ് ചെയ്യണം നമ്മൾ എപ്പോഴും. അങ്ങനെ ചെയ്താലാണ് മുഖത്തുള്ള ലിംഫാറ്റിക് ഫ്ലോ കൂടിയിട്ട് നമുക്കിങ്ങനെ സാഗായിട്ട് ഫ്ലൂയിഡ് എല്ലാം കെട്ടി കിടക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടിഷ്യൂ എല്ലാം
ഇതായി പോകും, അതിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ പോയിട്ട് തൂങ്ങിയാണ് ഏജ് ആയി പോകുന്നത് മുഖത്തിന് വല്ലാതെ. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി ഈ ലിംഫാറ്റിക് ഫ്ലോ ഉണ്ടാകാൻ വേണ്ടി വലിയ ലിംഫാറ്റിക് വെസലുകൾ പോകുന്ന സൈഡാണ് ഈ ചെവിന്റെ പുറകേക്കിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് ഈ താടേന്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് താഴോട്ട്, എപ്പോഴും താഴോട്ടേ മസാജ് ചെയ്യുള്ളൂ. നിങ്ങൾ ഇപ്പൊ എത്രയൊക്കെ യൂട്യൂബ് വീഡിയോ കണ്ടോ, കുറെ പേര് ഇങ്ങനെ മുകളിലേക്ക് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അല്ല, ശാസ്ത്രീയമായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ എപ്പോഴും താഴോട്ടായിരിക്കണം, ആ ഫ്ലോ ഒക്കെ താഴോട്ടാ വരണ്ടേ, അല്ലെ മുകളിലിട്ട് ഇങ്ങനെ ഇതാക്കുമല്ലേ വേണ്ടേ അത്. അപ്പൊ ഇങ്ങനെ ഈ ചെവിന്റെ അടുത്ത് ഇങ്ങനെ 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ, പിന്നെ കഴിച്ചാലാണെങ്കിലും വെറുതെ നമ്മളിങ്ങനെ മസാജ് ഈ 2 വശവും പിന്നെ ഈ തോളിന്റെ വശത്തോട്ട് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം എല്ലാ ദിവസവും. അപ്പൊ ലിംഫാറ്റിക് ഫ്ലോ നന്നായിട്ടാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് നീരുവീഴ്ചയും കുറയും, നീരൊക്കെ വെച്ച പോലെ പെയിനും കുറയും. ഈ ഒരു മുഖം സാഗാവുന്നതും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു 10-30 വയസ്സാകുമ്പോഴേ ചിലർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ നിറച്ചിങ്ങനെ ഒരു ഫ്ലൂഡ് കെട്ടിയ പോലെ ഒരുമാതിരി ഇല്ലേ, 2ാം താടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൂങ്ങിയ പോലെ ഒരുമാതിരി ആടിന്റെ ചെവിയൊക്കെ തൂങ്ങിക്കിടക്കുന്ന പോലെ സ്കിന്നൊക്കെ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടില്ലേ, അതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് മസാജ്. അപ്പൊ നമ്മൾ എപ്പോഴും മുഖം മസാജ് ചെയ്യുമ്പോൾ ഒരു ലൂബ്രിക്കന്റ് പോലത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന നല്ലത്. ഒന്നല്ല നിങ്ങൾ വീട്ടിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ബോഡി മോയ്സ്ചർ എന്തെങ്കിലും തേക്കുന്നതോ അതോ എന്തെങ്കിലും മുഖത്ത് തേച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ഓയിൽ മേടിച്ച് എത്ര നാളത്തേനുണ്ട്, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. അതിൽ 8 ആയുർവേദ മരുന്നുകൾ ഞാൻ ചേർക്കുന്നുണ്ട്. അതും എല്ലാം നമുക്ക് നിറവെക്കാനും പിഗ്മെന്റേഷൻ മാറാനും മുഖക്കുരു വരാതിരിക്കാനും എല്ലാം ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അതുകൊണ്ട് നമുക്ക് നിറവും വെക്കും, ആ ഗ്ലോയും കൂടും, അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഭയങ്കര ഒരു എങ്ങത്തം വരികയും ചെയ്യും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് മുഖത്ത് നമുക്ക് മര്യാദയ്ക്ക് മസാജ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ അത് കുറച്ചെടുത്ത് തേക്കുക. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ മുഖത്ത് തേക്കുമ്പോൾ മസാജ് ചെയ്യും, ഇങ്ങനെ റൗണ്ട് രീതിയിലും താഴേക്ക് നമുക്ക് മസാജ് ചെയ്യാം, ആ രീതിയിലൊക്കെ. എന്നിട്ട് ഈ മൂക്കിന്റെ 2 സൈഡും ഇങ്ങനെ കുഴിച്ച് വെച്ച് ഇങ്ങനെ വെച്ചാൽ ഇതിലൊക്കെ ഉള്ള ആ ഒരു ഫ്ലോ ശരിയാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ ലാഫിംഗ് ലൈൻ വന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഏജ് തോന്നുന്ന ആ ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടിക്കോളും. എന്നിട്ട് ചില ദിവസങ്ങൾ ഞാൻ ഈ പറഞ്ഞ പില്ലോയിൽ നല്ല ടർക്കി ഇട്ടിട്ട് മൂത്ത് തേച്ചിട്ട് അത് കുറച്ച് അങ്ങ് അബ്സോർവ് ആവുമല്ലോ, അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ കഴുകി കളയാറുള്ളൂ. അതും നല്ലതാണ് കേട്ടോ, അതൊരു കുഴപ്പമില്ല. അങ്ങനെ എന്റെ മുഖം ഭയങ്കര ഓയിലി സ്കിൻ, എന്നാലും എനിക്ക് മൂക്കൊരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വല്ലപ്പോഴും ഡേറ്റ് ഒക്കെ ആവാനാകുമ്പോൾ ഒരു മൂക്കൊരു അങ്ങനെ വന്നാലായി അതങ്ങ് പോകും. അതിന്റെ പാടാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ അത് ചില ദിവസങ്ങളിൽ ഞാൻ ബോഡി മോയ്സ്ചറും അതുപോലെ തന്നെ മുഖത്ത് വിവാക്സ് ആയതുകൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കെമിക്കൽ ഫ്രീ ആണ്. വിവാക്സും നാച്ചുറൽ വിവാക്സും കോക്കനട്ട് ഓയിലും എസെൻഷ്യൽ ഓയിലും വെജിറ്റബിൾ ഗ്ലിസറിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിന് സൂപ്പർ ഗ്ലോയിങ് കൊണ്ടുവരും, പിഗ്മെന്റേഷൻ മാറും, പിന്നെ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് കുറച്ച് നേരവും വെക്കും. അപ്പൊ ഇങ്ങനത്തെ ഗുണങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കെമിക്കൽ വാരി തേച്ചിട്ട് വെളുക്കാനും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാവും വെളുക്കാനൊക്കെ കൊതിയില്ല, എനിക്കും ഉണ്ട് വെളുക്കാനൊക്കെ കൊതി അങ്ങനെ ഓക്കെ. പക്ഷെ നമ്മൾ കെമിക്കൽ തേക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ബ്ലീച്ച് ചെയ്യുന്നതിനോടൊക്കെ അതൊക്കെ പക്ക കെമിക്കൽസ് അല്ലേ, അതൊക്കെ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ടിഷ്യൂകൾക്കൊക്കെ ഭയങ്കര ദോഷമായിട്ട് എന്ത് നമ്മുടെ ബോഡിയെ തേച്ചാലും അബ്സോർവ് ആവുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് പുറമെ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓയിൽമെന്റ് തരുന്നത്, അത് അബ്സോർവ് ആവുന്നതുകൊണ്ടാണല്ലോ. എന്ത് സാധനം നമ്മുടെ ബോഡിയിൽ അബ്സോർവ് ആകും, അങ്ങനെയാണ്. അങ്ങനെ അപ്പൊ അത് അനാവശ്യ കെമിക്കലുള്ള കാര്യങ്ങൾ തേച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അബ്സോർവ് ആയി കഴിയുമ്പോൾ അത് ബ്ലഡിലൂടെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. പിന്നെ ശരീരം വലിച്ചെടുത്ത് കഴിയുമ്പോൾ കോശങ്ങൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മാക്സ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് 100% കെമിക്കൽ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? എല്ലാത്തിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അതിലും ഇതിലും ഉപയോഗിക്കുന്ന ഈ ഡിറ്റർജന്റുകളിലും എല്ലാത്തിലും കെമിക്കൽ ആഡഡ് ആണല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ശ്വസിക്കുന്നതിൽ കൂടിയും ഭക്ഷണം കഴിക്കുന്നതിൽ കൂടിയും കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ കൂടിയും ഇടുന്ന ഡ്രസ്സിൽ കൂടി എല്ലാ തരത്തിലും കുറച്ച് കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടും. എങ്ങനെയൊക്കെയാണ് ആ കൂടെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വാരിത്തേക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ഡയറക്റ്റ് കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ, അത് വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഇത്രയും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നത്. ഇത്രയും നമ്മൾ ധൈര്യമായിട്ട് നമ്മളിത് സെയിൽ ചെയ്യുന്നതും നമ്മളിത് കെമിക്കൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇനിയിപ്പോ ഇതെന്ന് വെച്ചാൽ റൗണ്ട് രീതിയിലുള്ള ഒരു ബ്രായാണ്. അത് നമുക്ക് കുറച്ച് ഷേപ്പ് കിട്ടാൻ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു തൂങ്ങിയ മാറിടം ഒക്കെ ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടിഞ്ഞു തൂങ്ങാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ പിന്നെ ഒരു കുറച്ചാള് റെസ്റ്റ് എടുത്തിട്ട്, ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്കൊരു 30-40 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാം. സീരിയസ് ആണെങ്കിൽ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുന്നത് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിസേറിയൻ ആണെങ്കിൽ 3 മാസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ നമ്മുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ. ഹെവി എക്സസൈസ് ഒന്നും ആദ്യം തന്നെ അങ്ങ് ചെയ്തു തുടങ്ങരുത്. അങ്ങനെയാണ് ചെറുതായിട്ടൊക്കെയാണ് നടക്കാം. ഈ 2 നോർമൽ ആണെങ്കിലും
സിസേറിയൻ ആണെങ്കിലും നമ്മൾ നടക്കണം. അതായത് ഇങ്ങനെ പെറ്റ് കിടക്കാന്ന് പറയില്ല, അങ്ങനെ പരിപാടിയേ പാടില്ല കേട്ടോ. നിങ്ങളുടെ കൂടെ ഉള്ളവർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കുക. സിസേറിയൻ ആണെങ്കിലും നമ്മൾ ഇന്ന് സിസേറിയൻ ചെയ്തു, ഇന്ന് രാത്രി നമുക്ക് റെസ്റ്റ് തരുള്ളൂ. നാളെ വൈകുന്നേരം ഡോക്ടർമാർ നമ്മളെ വലിച്ച് പതുക്കെ എഴുന്നേക്കാൻ പറയും. കാരണം നമ്മൾ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് എല്ലാം ക്ലോട്ട് ആവാനും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അത് മുഖാന്തരം ഉണ്ടാവും. ഭയങ്കര ഡെത്ത് വരെ ഉണ്ടാവുന്ന കേസുകെട്ടുകളുണ്ട്. ഭയങ്കരമായിട്ട് നമ്മള് ഫുൾ അങ്ങ് അങ്ങനെ പെറ്റ് കിടക്കാന്ന് പറയുമ്പോൾ അങ്ങനെ കിടന്നാല്, അല്ലെങ്കിൽ ഇങ്ങനെ സിസേറിയൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സർജറി ആണെങ്കിലും അങ്ങ് അടാ കിടപ്പ് അങ്ങനെ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇപ്പൊ ഓർത്തോ കേസ് പോലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മാത്രമാണ് നമ്മൾ അനക്കാതെ വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ അനങ്ങാൻ പറയും ഡോക്ടർ. പിന്നെ ചെരിച്ചും മറിച്ചൊക്കെ നമ്മളെ കിടത്തും അങ്ങനെയൊക്കെ മസാജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ വെച്ചാൽ ബ്ലഡ് ഫ്ലോ മസ്റ്റാ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പം ഡെലിവറി കഴിഞ്ഞാലും എന്തായാലും നമ്മൾ നടക്കണം, അല്ലാതെ പിന്നെ കിടക്കല്ല വേണ്ട. പണ്ടത്തെ മനുഷ്യര് പറയുമ്പോൾ അങ്ങ് കിടപ്പ് കിടക്കരുത്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്യാതെ പോയവർക്ക് പിന്നെ ഭയങ്കരമായിട്ട് തടി കൂടിയിട്ട് പിന്നെ തടി കുറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് ഒക്കെ സാഗാവാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഒട്ടും കൊളാജൻ കിട്ടാത്ത ഭക്ഷണ സാധനങ്ങൾ ഒക്കെ കഴിച്ച് ഒരു ആരോഗ്യമുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കാത്തവർക്കും ഇപ്പൊ മെലിഞ്ഞവർക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ ആ കാരണം കൊണ്ട് പോഷക സമൃദ്ധമായ ആഹാരം കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ബ്രസ്റ്റ് കൊളാജന്റെ സപ്ലൈ ഒക്കെ കുറഞ്ഞു പോയത് കൊണ്ടും വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു പോയത് കൊണ്ടും ഭയങ്കരമായിട്ട് സാഗായി പോവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പിന്നെ ഭയങ്കര വിഷമായിരിക്കും. പുറമേ പോകുമ്പോ വീട്ടിലുള്ളവർ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ പുറമെ പോകുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആവും. അപ്പൊ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അങ്ങനെ കുറച്ച് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ റൗണ്ട് ബ്രാ മേടിക്കുന്നത്. ഇതാകുമ്പോൾ ചെറിയൊരു പാഡഡ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഹെവി പാഡഡ് അല്ല, ഹെവി പാഡഡ് വേറെ ഉണ്ട്. അപ്പൊ പക്ഷെ ആ ഒരു സ്ട്രെങ്ത് അങ്ങനെ നിൽക്കും. അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിട്ടിരുന്നോളും, നല്ല ഷേപ്പുള്ള ബ്രസ്റ്റാന്ന് തോന്നിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇത് മേടിക്കുന്നത്. പിന്നെ അവരൊരു ഹാൻഡ് ചെയിനും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി പാക്ക് ചെയ്യാം. നമുക്ക് രണ്ട് ഡോഗ്സ് ഉണ്ട്. ഒന്നൊരു ജർമ്മൻ ഷെപ്പേർഡ്, ഒന്നൊരു നാടൻ പട്ടിക്കുഞ്ഞാണ്. പക്ഷെ പിന്നെ എന്താ ഡിയോണെ ഐറയും രണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ ആദ്യം നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് കുറേ കൂടി മര്യാദക്കാരിയായിരുന്നു ഐറമോളെ. ഇപ്പൊ എന്ന് വെച്ചാൽ രണ്ടും കൂടി ഒന്നിച്ച് ഞാൻ അഴിച്ചു വിട്ട് കഴിയുമ്പോഴത്തേ രണ്ടും കൂടി ക്രൈം ചെയ്യലാണ്. എന്തൊക്കെയോ മരത്തിന്റെ ചോടും മാന്തുന്നു, കളിയാ, തമാശ എല്ലാത്തിനും. എന്നിട്ട് എല്ലാ സാധനം കടിച്ചു കടിച്ച് രണ്ടും കൂടി അങ്ങനെ ഭയങ്കര ഓവർ എൻജോയ്മെന്റ് ആണ്. അപ്പൊ ഞാനിപ്പോ ഓരോരുത്തരെ ആക്കി അഴിച്ചു വിടില്ല കേട്ടോ. രണ്ടുപേരെയും ഒന്നിച്ച് അധികം നേരം അഴിച്ചു വിടില്ല. അപ്പൊ ഒരാൾ അഴിച്ചു വിടാത്തതിന് ഭയങ്കര കടന്ന് കംപ്ലൈന്റ്. ആദ്യം ഒരാൾ അഴിച്ചു വിടും, എന്നിട്ട് ഒറ്റയ്ക്കാകുമ്പോ ക്രൈം കുറയും. എല്ലാ സാധനവും കുത്തി മാന്തി ഒരു രസം. വാഴയൊക്കെ അശ്വമശി കുറച്ച് ഏത്തവാഴ ഉണ്ട് കേട്ടെ, എല്ലാത്തിന്റെ ചോടുണ്ട്. ഏത്തവാഴനെ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഭയങ്കര എന്താ പറയാ തമാശ രണ്ടിനും എല്ലാ കാര്യവും. ഇത് ബ്യൂട്ടി ഓയിലും നമ്മുടെ ലിപ് ബാം പിങ്ക് കളറ്. ഇത് കണ്ടോ, നല്ല പിങ്ക് കളറാണ് ഇത്. അങ്ങനെ അടിപൊളിയാണ് കൂട്ടുകാരെ. അങ്ങനെ ഇപ്പൊ ഞാൻ റെഡും പിങ്കും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടോ. ഈ ഡ്രസ്സിന് ഏതാ ചേരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഈ കളറിനോട് ചേർന്ന് നോക്കുന്ന ഓർത്തിട്ട് രണ്ടും കൂടി ചില സമയത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടോ. അപ്പൊ ഒരു പ്രത്യേക കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ പിങ്ക് കളർ വളരെ കുറച്ച് മാത്രം ജസ്റ്റ് കൈ ഒന്ന് ടച്ച് ചെയ്തിട്ട് അപ്പൊ ചുണ്ടലിങ്ങനെ തേച്ച് കൊടുത്ത് അങ്ങനെ ഒന്ന് റെഡിയാക്കിയാൽ മതി. ആദ്യം നമ്മൾ ട്യൂബാർന്നേ. അപ്പൊ ട്യൂബിൽ എല്ലാവർക്കും ഒടിഞ്ഞു പോകുന്നു എന്നൊക്കെ കംപ്ലൈന്റ്. അങ്ങനെ നമ്മൾ കെമിക്കലൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇതിനാകുമ്പോൾ ഇച്ചിരി അളവും കൂടുതലാ. കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഉള്ളിപ്പാമൊക്കെ തേക്കുന്ന ആ രീതിയിൽ നമുക്ക് തേച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ആക്കിയതാണേ. ഇതിൽ അളവ് കൂടുതലുണ്ട്. ഒരെണ്ണം മേടിച്ച എത്രയോ നാള് നിങ്ങൾക്ക് ഉപയോഗിക്കാന്നറിയോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത്രയും നല്ല സാധനമേ. അപ്പൊ അതിന് ബീവാക്സ് ആയതുകൊണ്ട് ബീവാക്സും എഡിബിൾ കളറും ബീട്രൂട്ട് പൗഡറും അതേ ചേർത്തേക്കുന്നത് എസെൻഷ്യൽ ഓയില്. അതുകൊണ്ട് നമ്മുടെ ചുണ്ട് സേഫ് ആയിട്ടിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ കുറെ ന്യൂസ് ഒക്കെ വരുന്നില്ലേ, നമ്മള് ലിപ്സ്റ്റിക്ക് ഒത്തിരി കെമിക്കൽ ആഡഡ് ആണ്, ക്യാൻസർ ഒക്കെ വരാൻ, ചുണ്ടിന് സ്കിന്ന് ഭയങ്കരമായിട്ട് പിന്നെ പിഗ്മെന്റേഷൻ കുറെ കാലം നമ്മൾ ഏതെങ്കിലുമൊക്കെ പിന്നെ ബ്രാൻഡഡ് സാധനങ്ങൾ എനിക്കറിയത്തില്ല, അല്ലാത്തതൊക്കെ എങ്ങനെ ഉപയോഗിച്ചാൽ ചുണ്ട് മുഴുവൻ കറുത്ത് പിഗ്മെന്റേഷൻ ആവുന്നൊക്കെ. അപ്പൊ അതിനൊക്കെ പരിഹാരമാണ് നമുക്ക് ഇങ്ങനത്തെ ലിപ് ബാമുകൾ. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞള്. നമുക്ക് റിപ്പീറ്റ് കസ്റ്റമർ അധികം എന്നുവെച്ചാൽ ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ ഒരിക്കലും നമ്മളെ വിട്ടുപോകത്തില്ല. അതുപോലെ തീരുന്നതിന് മുമ്പ് ചേച്ചി തീരാനായി പെട്ടെന്ന് അയക്കണേന്ന് പറഞ്ഞിങ്ങനെ ഫുള്ള് തീരുന്നതിന് മുമ്പ് എനിക്ക് ഓർഡർ തന്നെ കേട്ടോ. എനിക്കും സ്ട്രെസ് ആണ് ഇങ്ങനെ. കുറച്ചൊക്കെ എനിക്ക് ഒരു ദിവസം ഇപ്പൊ 12 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ എത്തണം. എങ്ങനെയൊക്കെ ആയാലും നമ്മളോട് പോസിറ്റീവ്സുകാർ പറയുന്നത് നിങ്ങളൊരു 11 മണിക്ക് എങ്ങനെ കൊണ്ടുവരുമെന്നാ. അപ്പൊ എനിക്ക് എന്തായാലും രാവിലെ അച്ഛനെ വിട്ട് പിന്നെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് നമ്മൾ ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഏജ് കൂടുന്നതോറും നമ്മൾ കുറച്ച് കൂടുതൽ ഉറങ്ങണല്ലോ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ലേറ്റായി എഴുതേക്കാനാണ് നോക്കുന്നത്. ആദ്യം ഞാൻ 4 മണിക്ക് നമ്മൾ കസ്തൂരി മഞ്ഞളൊക്കെ തുടങ്ങിയ കാലത്ത് ഞാൻ 4 മണിക്കായിരുന്നു എഴുന്നേറ്റോണ്ടിരുന്നത്. 3:45 അലാം വെച്ച് 4 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മള് മുറ്റത്ത് മുഴുവൻ
മുഴുവൻ വിരിച്ചിട്ടേക്കുമായിരിക്കും. അത് മൊത്തം ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വാരി നമ്മളിവിടെ ഹാളിലും ഇവിടെയൊക്കെ എടുത്ത് വെച്ചേക്കുമായിരിക്കും. എന്നിട്ട് അത് പിറ്റേ ദിവസം ഈ പനമ്പെല്ലാം നിവർത്തിയിട്ടിട്ട് നമുക്കത് ഇടണം വെയിൽ വരുന്നതിന് മുമ്പ്. പിന്നെ പൊറ്റി വെയിലാവുമല്ലോ, അങ്ങനെയാവും. അപ്പൊ വെയിൽ വരുന്നതിന് അപ്പൊ ഞാൻ 4 മണി മുതൽ എണീറ്റ് ബാക്കി കൊറിയർ വിടണം, അത് ഇത് ഫുഡ് റെഡിയാക്കണം, ഇതെല്ലാം കൂടി വാരി മുറ്റത്തിടണം. അങ്ങനെ എന്തോ ഒരു സ്ട്രെസ്സും ടെൻഷനായിരുന്നു അറിയാം 4 മണിക്ക്. അപ്പൊ ഇങ്ങനെ ഉറക്കമൊക്കെ കുറഞ്ഞ് പിന്നെ ഭയങ്കര മെന്റൽ സ്ട്രെസ് പറഞ്ഞല്ലേ. അപ്പൊ എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ് അടിക്കുന്നതോറും നമ്മൾ ഭയങ്കര ഏജിലൊക്കെ ഇതാവും, പിന്നെ ടയേർഡ് ആവും, നമ്മുടെ ശരീരം ടയേർഡ് ആവും. ആ രീതിക്കാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാനിതൊക്കെ മാറ്റിയിട്ട് കുറെ നേരം കൂടി റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങി. ഇപ്പൊ ഞാൻ 6 മണി 6:30 അങ്ങനെയൊക്കെ ആക്കിയിട്ട് എണീക്കുന്നത്, 5 മണി അങ്ങനെയൊക്കെ ആക്കിട്ടോ. കൊറിയർ കുറെ പാക്ക് ചെയ്ത് വിടാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന ദിവസം ഞാൻ 5 മണിക്ക് എണീക്കും. ഇല്ല ഇനിയിപ്പോ രാത്രി കുറെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മള് സിനിമ കണ്ടോട്ടോ അങ്ങനെ യൂട്യൂബ് കണ്ടോട്ടോ ഒക്കെ ഇരുന്ന് പോയെങ്കിൽ ഞാൻ അലാം മാറ്റി വെക്കും, 6 മണിയാക്കും. അങ്ങനെയാ കൂടുതൽ ഉറങ്ങുന്നതോറും നമ്മുടെ ടിഷ്യൂ എല്ലാം റിജിനേറ്റ് ആകും. നമുക്ക് അതാണ് നമ്മുടെ ടിഷ്യൂ എല്ലാം റിപ്പയർ ആവും. അങ്ങനെയാണ് ഏജ് കൂടുന്നതോറും കൂടുതൽ ഉറങ്ങണം, പിള്ളേരെ പോലെ. അങ്ങനെയാ. അപ്പൊ ഞാനിപ്പം കുറച്ച് അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്റെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് ഇച്ചിരി സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അളവ് കുറയ്ക്കും എപ്പോഴും. ഇനി കുറെ കൂടി പാക്ക് ചെയ്യാനുണ്ട് ഇന്ന്. എന്നാൽ എണ്ണം കുറയ്ക്കും. പണ്ട് നമ്മൾ 100 എണ്ണമൊക്കെ ഒരു ദിവസം വിടുമായിരുന്നു. അപ്പൊ എനിക്ക് അത്ര വിടാൻ പറ്റത്തില്ല, കാരണം പോസ്റ്റ് ഓഫീസിൽ നേരത്തെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ വേഗം പറ്റുന്ന എത്രയും പാക്ക് ചെയ്ത് ഇവിടെ പിറ്റേ ദിവസത്തേന് ആക്കും. അപ്പം അങ്ങനെ ആക്കുമ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും പാക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയാണ്. ഇത് നമ്മുടെ ഹണിയാണ് ഇവര് മേടിച്ചേക്കുന്നത്. ഹണി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിത് കവറിൽ ഇട്ടിട്ട് ഇതിനകത്തേക്ക് പാക്ക് ചെയ്യാം. ഹണിയാണേലും ഒരു ദിവസം ഒരുപാടൊന്നും കഴിക്കരുത്. നല്ല പ്രതിരോധ ശേഷിയും ഒക്കെ കിട്ടുന്ന സാധനമാണ് ഒറിജിനൽ ഹണി എന്ന് പറയുന്നത്. പിന്നെ ആന്റി ഓക്സിഡന്റ് ആണ്, നമുക്ക് നിറമൊക്കെ വെക്കും. പക്ഷെ ഒരു കാരണവശാൽ അയ്യോ ഇതിലല്ലായിരുന്നു, കവറിലിട്ടായിരുന്നു. ഒരു കാരണവശാൽ നമുക്ക് പിന്നെ ഇത് മുഖത്ത് തേക്കരുത്. നിങ്ങൾ വല്ലതും 3 മാസം കുറെ പേര് മുഖത്ത് ഹണി തേക്ക് കുറെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. പിന്നെ ഭയങ്കരമായിട്ട് ഇരുണ്ട് പോകും നമ്മുടെ മുഖം. പിന്നെ ഇങ്ങനെ കലകൾ വന്ന പോലെ ഇങ്ങനെ ഇപ്പൊ മുഖക്കുരൊക്കെ വന്ന എന്തെങ്കിലും പാടുണ്ടാവുമല്ലോ, അതൊക്കെ വീണ്ടും കൂടുതൽ കലയാവും. എന്നിട്ട് അത് ഇങ്ങനെ ഉറച്ച പോലെ അങ്ങനെ ആയി പോകും. ഇങ്ങനെ കീലോയിഡ് എന്നൊക്കെ പറയും. അങ്ങനെ ഒരുമാതിരി ഇതായി പോകും. കാരണം ഇതിൽ നിറയെ വൈറ്റമിൻ എ ഉണ്ട്. ഓവർ വൈറ്റമിൻ എ നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കലകൾ കുറച്ച് കലകൾ പോലെയാവും. അപ്പൊ അതുകൊണ്ട് മുഖത്തധികം തേക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുഖത്ത് അധികം തേക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വല്ല 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അലർജി ഒക്കെ വന്നാൽ ഒന്ന് മുഖത്ത് തേക്കുക, അതൊക്കെ. അല്ലാതെ നമ്മൾ ഓവർ മുഖത്തേക്ക് തേക്കരുത്. സാധാരണ ഇങ്ങനെ എന്താ പറയാ വൈറ്റമിൻ ഇ അങ്ങനെ തന്നെ ചുമ്മാ നമ്മൾ മുഖത്ത് ഡയറക്റ്റ് തേക്കാൻ പറ്റുന്ന സാധനം അല്ല അത്. ഓവർ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഇ വലിച്ചെടുത്താൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് രക്തശാലി ഫേസ് പാക്കും അതുപോലെ പ്ലെയിൻ ലിപ് ബാമും ഈ വാക്സിന്റെ ബോഡി മോയ്സ്ചറുമാണ്. അപ്പൊ ഇത് നമുക്ക് പാക്ക് ചെയ്യാം. ഇനി എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലികൾ ചെയ്യാണ്ട്. മുകളിലത്തെ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ഡോഗിനെ കുട്ടിലേക്ക് ഇട്ടിട്ട് മറ്റേ ഡോഗിനെ നയിച്ചുകൊണ്ട് 2 പേരെയും കൂടി ക്രൈം ചെയ്യാൻ വിടാതെ അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് അത്യാവശ്യം ചോറ് അടുപ്പത്തിടണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ബാക്കി പിന്നെ വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ അടുത്ത സെക്ഷൻ ഇങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ വേഗം അതും കൂടി പാക്ക് ചെയ്യും. എന്നിട്ട് വേഗം ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് നമുക്ക് ബ്യൂട്ടി ഓയിൽ റെഡിയാക്കാനുള്ള റോസാപ്പൂ മേടിക്കണം. ബാക്കി മരുന്നുകളെല്ലാം എൻ്റെ അടുത്തുണ്ട്. വെളിച്ചെണ്ണ നമ്മുടെ അടുത്തുണ്ട്. അമ്പലത്തിൽ നിന്ന് വെളിച്ചെണ്ണ മേടിക്കുക ചെയ്യണം നമ്മൾ. അതുകൊണ്ട് അപ്പം അതെല്ലാം ചെയ്യണം വൈകുന്നേരം. അപ്പൊ പോയിട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഞാനിപ്പോഴും ഫിഷൊക്കെ 2 കിലോ അങ്ങനെ അല്ലെങ്കിൽ 2.5 കിലോ അങ്ങനെയൊക്കെ മേടിക്കാം. എന്നിട്ട് ഞാൻ ഒന്നിച്ച് വെക്കും കേട്ടോ. വറുത്തും വെക്കും വെച്ചും വെക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് 2-3 ദിവസത്തേന് അതങ്ങ് 2 ദിവസമല്ല, കുറെ ദിവസം ഓടിക്കും. 3-4 ദിവസത്തേന് ഫ്രിഡ്ജിൽ വെക്കും. ആദ്യ ദിവസം പുറത്ത് വെക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ എടുത്ത് അങ്ങനെ വെക്കും. അപ്പൊ എനിക്ക് ബാക്കിയുള്ള ജോലികളെല്ലാം വീട് ക്ലീനിങ്ങും കൊറിയറും പുറത്ത് പോയിട്ട് വന്നാൽ ഓൾറെഡി നമുക്ക് എന്തോ ഒരു ക്ഷീണം അല്ലെ. ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അറിയില്ല, അതേപോലെ പുറത്ത് പോയിട്ട് വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക്. അപ്പൊ അങ്ങനെ പിന്നെ ക്ലീനിങ്ങും തുണി മടക്കി വെക്കാനുണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും. അങ്ങനെ 100 കുട്ടപ്പണികളുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒത്തിരി മെസ്സേജ് ഉണ്ടാവും, അത് നോക്കണം. പിന്നെ പ്രൊഡക്റ്റുകൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിറ്റേ ദിവസത്തിനുള്ള ലിസ്റ്റ് എല്ലാം അച്ഛൻ ഇട്ട് കൊടുക്കണം. അവൻ പ്രിന്റ് എടുത്ത് തരുവേണേ. അങ്ങനെ അഡ്രസ്സ് അങ്ങനെയൊക്കെ കുറെ ജോലികളുണ്ടാവും. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്യും, ഒന്നിച്ച് കറികൾ വെച്ച് വെക്കും. ഇപ്പൊ സാമ്പാറാണെങ്കിൽ അങ്ങനെ അങ്ങ് വെക്കും. എന്നിട്ട് പിന്നെ നമ്മുടെ പച്ചക്കറികളെല്ലാം അധികവും നമ്മുടെ പറമ്പിൽ കുറെ ചീരകളും അതും ഇതൊക്കെ മുരിങ്ങയൊക്കെ ഉണ്ട്. മുരിങ്ങയൊക്കെ സൂപ്പറാണ് കൂട്ടുകാരെ. അങ്ങനെ BP ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനും ശരീരത്തിന്
ആവശ്യത്തിനുള്ള പ്രോട്ടീനും വൈറ്റമിൻ എയും ഒക്കെ കിട്ടാനും മുരിങ്ങ അടിപൊളി. മുരിങ്ങേന്റെ തൈ നമ്മൾ നല്ല മുളപ്പിച്ച് വിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് മേടിച്ചോ. അവക്കോടെ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അതെല്ലാം നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പൊ ആ രീതിക്ക് അങ്ങനെയൊക്കെ ഫോൺ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ. അപ്പം ശരി, നമുക്കിനിയിപ്പോ ഞാൻ അടുത്തത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. വേഗം വേഗം പാക്ക് ചെയ്തിട്ട് ഞാൻ പോകും കേട്ടോ. ഇനിയിപ്പോ അടുത്ത നമ്മുടെ വീഡിയോയിൽ കാണാം. ലൈക്ക് വേണം, കമന്റ് വേണം, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഫോൺ ഫോൺ ഫോൺ. അമ്മച്ചേ, ഞാനിവിടെ ഇച്ചിരി പാക്ക് ചെയ്യും അമ്മച്ചി. കൊറിയറിൽ വിടാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തോണ്ട് പറഞ്ഞു. കൊറിയർ കൊണ്ടുപോകാം. ഞാൻ മില്ലറ്റ് ദോശ ഉണ്ടാക്കിയില്ലേ, അതേപോലത്തെ മില്ലറ്റ് ദോശയും കൊണ്ട് ദോശ ഉണ്ടാക്കി. അത് കഴിച്ചു. പിന്നെ ആശുപത്രി പോയി. പിന്നെ ഇനിയിപ്പോ പട്ടികുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തു. ഇനിയിപ്പോ ഓരോ നിങ്ങൾ അഴിച്ചു വിട്ടേക്കുക. അമ്മച്ചേനോട് പറഞ്ഞു ഞാന് രാവിലെ ഇന്ന് ഒന്ന് അച്ഛൻ പിരിവിന് വരുമെന്ന് പറഞ്ഞു. അത് കാരണം രാവിലെ എല്ലാം അടിച്ചു കളഞ്ഞ് ഞങ്ങള് എല്ലാം നന്നാക്കി അച്ഛന് കൊടുക്കാനുള്ള ജ്യൂസൊക്കെ അടിച്ചു വെച്ചു. എല്ലാം കഴുകി എല്ലാം ക്ലീനാക്കി കഴിഞ്ഞപ്പോ ഇവിടെ അച്ഛൻ വിളിച്ചു പറയണോ ഇന്ന് വരില്ല, ഏതോ ഒക്കെ വീട്ടിലെ ആളില്ല, അത് കാരണം ഇന്ന് വരില്ലെന്ന്. അപ്പൊ ജ്യൂസ് ഒക്കെ കുടിച്ചോ? ജ്യൂസ് കുടിച്ചു. മറ്റേ പൊട്ടുന്ന ഗ്ലാസ് മാറ്റിയോ? അന്ന് പൊട്ടിപ്പോയ ഗ്ലാസ് പൊട്ടിയത് മാറ്റിയിട്ട് അതിന്റെ ബാക്കി 3-4 ഉണ്ട്. അത് എടുത്തു വെച്ചു. പിന്നെ ഒരു വലിയ ഗ്ലാസ്സും ഉണ്ട്, 5 അങ്ങനെ എടുത്തു വെച്ചു. അതെല്ലാം കുടിച്ചു. അതെല്ലാം കുടിച്ചു. പിന്നെ എന്നാ ജ്യൂസ് ഉണ്ടാക്കിയേ? അത് പൈനാപ്പിള്. പൈനാപ്പിൾ അധികം നേരം വെച്ചാ നാക്കിന്റെ ഒരു ചൊറിച്ചില് പോലെ വരും അല്ലേ? ചൊറിച്ചില് പോലെയാ. പിന്നെ വെച്ചേക്കണ്ടല്ലോ. വേഗം കുടിച്ചു. മഴ പെയ്യാൻ തുടങ്ങിയില്ലേ അമ്മച്ചി?